Last Friday, we learned from the book of Genesis, chapter 21. കഴിഞ്ഞ വെള്ളിയാഴ്ച ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ വചനം പഠിക്കുവാൻ ആരംഭിച്ചത്. Chapter 21 is an important chapter in the life of Abraham. എബ്രഹാമിന്റെ ജീവിതത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാം അധ്യായം വളരെ അധികം സുപ്രധാനമായ ഒരു അധ്യായമാണ്. And I gave you some of the reasons why it is very important. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു 21-ാം അധ്യായം എത്രമാത്രം അബ്രഹാമിന്റെ ജീവിതത്തിൽ അതിപ്രധാനമാകുന്നുവെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നുവല്ലോ. I will just remind some of the things so that the people who has joined with us this Friday can also follow us. കഴിഞ്ഞ വെള്ളിയാഴ്ച വരാൻ സാധിക്കാത്ത ആളുകളെ ഉദ്ദേശിച്ചുകൂടി ഞാൻ അതിലെ ചില മർമ്മപ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളെ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നു. It's in chapter 21 we see Abraham receiving his promised child. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിൽ എബ്രഹാം തന്റെ വാഗ്ദത്ത കുഞ്ഞിനെ ലഭിച്ചതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. And also it is in this chapter we see that Abraham being separated himself from Hagar and Ishmael. ഈ അധ്യായത്തിൽ തന്നെയാണ് ഹാഗാറിൽ നിന്നും ഇഷ്മയേലിൽ നിന്നും എബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ചത് എപ്രകാരമാകുന്നുവെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. They have been put out of the tent of and territory of Abraham. അവർ ജീവിച്ചിരുന്ന വീട്ടിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ദൈവം അവരെ വിളിച്ച് വേർതിരിക്കുന്നതായിട്ട് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. It is in this chapter we see Abraham receiving or repossessing the stolen well from Abimelech. അബിമലേക്കിൽ നിന്നും തനിക്ക് ലഭ്യമാകേണ്ട കിണറിനെ എപ്രകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചതെന്നും ഈ അധ്യായത്തിൽ എഴുതിപ്പെട്ടിരിക്കുന്നു. And also in this chapter you will see Abraham making a treaty with his enemies. ഈ അധ്യായത്തിൽ തന്നെയാണ് അബ്രഹാം തൻ്റെ ശത്രുക്കളോടുള്ള തൻ്റെ ഒരു ഉടമ്പടി എഴുതി എപ്രകാരമാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്നും എഴുതി ചേർത്തിരിക്കുന്നു. In this chapter we also see Abraham worshipping the eternal God. സർവശക്തനായ ദൈവത്തെ എപ്രകാരമാണ് എബ്രഹാം ആരാധിക്കുന്നുവെന്നും ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And also in this chapter we see that Abraham planting a tree as a mark of God's faithfulness and his covenant with the rest of the people. ദൈവത്തിന്റെ വിശ്വസ്തതയെക്കുറിച്ച് അബ്രഹാം ഒരു വൃക്ഷം നട്ടതിൽ കൂടെ എപ്രകാരമാണ് അത് പ്രദർശിപ്പിച്ചതെന്ന് ഇവിടെ ഈ 21-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. This is the only place we read in the Bible where Abraham planting a tree as a memorial tree for the next generation. ഈ 21-ാം അധ്യായത്തിൽ മാത്രമാണ് നമ്മളത് കാണുന്നത്. എബ്രഹാം ഒരു വൃക്ഷം നട്ടുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തത എപ്രകാരമാകുന്നുവെന്ന് കാണിക്കാൻ തക്കവണ്ണം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവിടെ മാത്രമാകുന്നു. That chapter ends with this great statement that Abraham planted a tamarisk tree and continue to worship the eternal God. 21-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെ നട്ടിരിക്കുന്ന വൃക്ഷത്തെക്കുറിച്ച് ആണ്. And Abraham continued to worship the eternal God. ദൈവത്തെ തുടർമാനമായിട്ട് ആരാധിക്കുന്ന ഒരു അബ്രഹാമിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. That verse is very important. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാകുന്നു. Because Abraham has come to the climax of his life. എബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ട് അവന്റെ അവസാന വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. He have received everything what he wanted, everything what God promised to him. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അബ്രഹാമിന്റെ ജീവിതത്തിൽ ലഭിക്കേണ്ട സർവ്വ നന്മകളും അനുഭവിച്ചതായിട്ട് നാം കാണുന്നു. So at that moment he makes a recommitment with God that I will continue to serve the eternal God, and he builds and he plants a tree as a memorial to that. അബ്രഹാമിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ തൻ്റെ നിത്യതയിലുള്ള തൻ്റെ നിത്യനായ ദൈവത്തോടുള്ള തൻ്റെ വാഗ്ദത്തവും തൻ്റെ അടിമത്വവും സർവ്വതും ഈ ഒരു പ്രദർശനത്തിൽ കൂടെ, ഈ ഒരു കർമ്മത്തിൽ കൂടെ,
ഈ ഒരു നട്ടവൃക്ഷത്തിൽ കൂടെ അബ്രഹാം പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Beersheba is a very important place in the life of Abraham. എബ്രഹാമിന്റെ ജീവിതത്തിൽ ബെർഷെബ എന്ന സ്ഥലം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാകുന്നു. Many of us have some important places in our own life also. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വളരെ മർമ്മപ്രധാനമായിട്ടുള്ള ചില സ്ഥലങ്ങൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്. We cannot forget certain places where we lived. നമ്മൾ ജീവിച്ചിരുന്ന ചില സ്ഥലങ്ങളെ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. Especially if you are a person who travels a lot or moves around, there are certain places very importantly, very much attached to your life. നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് യാത്ര ചെയ്യുന്ന വ്യക്തികളാകുന്നുവെങ്കിൽ ചില സ്ഥലങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുകയില്ല. Because some important things happened when you were in that place. ആ സ്ഥലത്ത് ജീവിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരുപാട് മറക്കുവാൻ സാധ്യമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കാം. I have seen so many people and I have heard many people say that I cannot forget that place because certain things happened in that place. പല വ്യക്തികളും എന്നോട് സംസാരിക്കുമ്പോൾ സംസാര മധ്യേ പറയാറുണ്ട് ചില സ്ഥലങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല എന്ന്. Because so many important things happened in that place. So many crucial things happened in that place. അതിന്റെ കാരണം എന്തുകൊണ്ടെന്നാൽ അവരുടെ ജീവിതത്തിൽ ചില വളരെ സുപ്രധാനമായിട്ടുള്ള സംഗതികൾ അവിടെ നടന്നു എന്നുകൊണ്ടാണ്. In the same manner, Beersheba is a very important place in the life of Abraham. അപ്രകാരം തന്നെ ബേത്ശെബ എന്ന സ്ഥലം അബ്രഹാമിന്റെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥലമാകുന്നു. This morning I would like to teach 6 important things happened in the life of Abraham at Beersheba. ബെർഷെബ എന്ന സ്ഥലത്ത് അബ്രഹാമിന്റെ ജീവിതത്തിൽ 6 സുപ്രധാനമായിട്ടുള്ള സംഗതികൾ സംഭവിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. And when we look into our own life, what are the things happened in our own life, which is the most important place in our life? നമ്മുടെ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സംഗതികൾ നടന്നിട്ടുള്ള സ്ഥലം ഏതെന്ന് നമുക്ക് വായിച്ചെടുക്കുവാനും സാധിക്കും. I would like to take you to Beersheba this morning. നിങ്ങളെ ഞാൻ ബെർഷെബ എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. If you reach at Beersheba, there are 3 important things that you can note over there, or maybe 4 important things you can notice at Beersheba. ഈ ബെർഷെബ എന്ന സ്ഥലത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയത്ത് അവിടെ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. Number 1, it is Abraham who called that place as Beersheba. അതിലെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ബെർഷെബ എന്ന സ്ഥലത്തിന്റെ ആ സ്ഥലപ്പേര് നൽകിയത് തന്നെ എബ്രഹാമാണ്. Abraham named that place as Beersheba. എബ്രഹാമാണ് ആ സ്ഥലത്തിന് ബെർഷെബ എന്ന സ്ഥലത്തിന് ആ പേര് നൽകിയത്. So it is very important to Abraham because that played a very important role in the life of Abraham. അതുകൊണ്ട് തന്നെ ആ സ്ഥലം എബ്രഹാമിന്റെ ജീവിതത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. If you have named a place, you will never forget that place in your life. ജീവിതത്തിൽ ഇതുപോലെ തന്നെ ഒരു സ്ഥലത്തിന് ഒരു പേര് നിങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുകയില്ല. Because that is very important to you. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നിങ്ങൾക്ക്. Because you named that place. അത് എന്തുകൊണ്ടെന്നാണെന്ന് അറിയാമോ? നിങ്ങളാണ് ആ സ്ഥലത്തിന് ആ പേര് നൽകിയത്. So it is very much attached to you. നിങ്ങൾക്ക് അതുകൊണ്ട് ആ സ്ഥലത്തിനോട് ഹൃദയപരമായിട്ടുള്ള ഒരുപാട് ബന്ധമുണ്ട്. Because that land carries the name given by you. എന്തുകൊണ്ടെന്നാണെന്നാൽ ആ സ്ഥലത്തിന്റെ ആ പേര് നൽകിയത് നിങ്ങൾ മാത്രമാണ്. So you are attached to that place very much. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിനോട് നിങ്ങൾക്ക് ഒരു ആത്മബന്ധമുണ്ട്. All through the Bible we will see many saints of God naming new names to the cities and to the lands. വിശുദ്ധ ബൈബിൾ നോക്കുന്ന സമയത്ത് പല വിശുദ്ധന്മാരും ചില സ്ഥലങ്ങൾക്ക് അവർ ചില പേരുകൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാം. Jacob cannot forget Bethel because he is the one who named that city as Bethel. യാക്കോബിന്റെ ജീവിതത്തിൽ ബെഥേൽ എന്ന പേര് ഒരു സ്ഥലത്തിന് നൽകിയത് അവന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. That's where he had an encounter with God. ആ സ്ഥലത്ത് വെച്ചാണ് ദൈവവുമായിട്ടുള്ള ഒരു മുഖാമുഖം യാക്കോബ് കണ്ടത്. That changed his life forever. ആ മുഖാമുഖത്തിൽ കൂടെ യാക്കോബിന്റെ ജീവിതം തന്നെ മാറ്റി മറക്കപ്പെട്ടു. And Jacob also named another city
Peniel. He cannot forget that city called Peniel. വേറൊരു സ്ഥലത്തിന് യാക്കോബ് പെനിയേൽ എന്ന് പേരിട്ടു. ആ സ്ഥലത്തെയും യാക്കോബിന് ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. Because those cities were an inevitable parts and made a great influence in his life. ഈ രണ്ട് സ്ഥലങ്ങളും യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അവന് മറക്കുവാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല, ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു ബന്ധം, ആത്മബന്ധം ആ സ്ഥലത്തോടുണ്ടായിരുന്നു. Where they had a divine encounter with God. ഇവിടെ ഈ രണ്ട് സ്ഥലങ്ങളിലും ദൈവവുമായിട്ടുള്ള ഒരു മുഖാമുഖം യാക്കോബിന് അനുഭവിക്കുവാൻ സാധിച്ചു. This morning I would like to ask you, where is your Beersheba? ഞാൻ നിങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ബെർഷെബ എവിടെയാകുന്നു? Do you have a Beersheba in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലൊരു ബെർഷെബ ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ Do you have a Bethel in your life? നിങ്ങളുടെ ജീവിതത്തിൽ ബെഥേൽ ഉണ്ടോ? Do you have a Peniel in your life? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പെനിയേൽ ഉണ്ടോ? Where you had an encounter with God. ദൈവവുമായിട്ട് മുഖാമുഖം ഒരു ബന്ധം സ്ഥാപിച്ച ഒരു സ്ഥലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ? Beersheba in the life of Abraham is the place where he received God's promises. ബെർഷെബ എന്ന സ്ഥലത്ത് വെച്ചാണ് അബ്രഹാമിന് ദൈവവുമായിട്ടുള്ള ഒരു മുഖാമുഖ സംഭാഷണവും വ്യക്തിപരമായിട്ടുള്ള ബന്ധവും സ്ഥാപിച്ചത്. Abraham was waiting for this promise for many years. അബ്രഹാമിന്റെ ജീവിതത്തിൽ ഈ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. Almost 25 years he waited for the promised child. ഒരു 25 വർഷക്കാലം തനിക്ക് ലഭിക്കേണ്ട വാഗ്ദത്ത പുത്രന് വേണ്ടി അബ്രഹാം കാത്തിരുന്ന വ്യക്തിയാണ്. And finally when he reached at Beersheba, he received the promised child as a real child. അങ്ങനെ 25 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം ബെർഷെബ എന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് അബ്രഹാമിന് തന്റെ വാഗ്ദത്ത പുത്രനായ ഇസഹാക്കിനെ ലഭിക്കുന്നത്. He cannot forget Beersheba. ഒരിക്കലും അതുകൊണ്ട് അബ്രഹാമിന്റെ ജീവിതത്തിൽ ബെർഷെബ എന്ന സ്ഥലത്തിന് അവനെ വിസ്മരിക്കുവാൻ സാധ്യമേ അല്ല. There is another woman in the Bible who cannot forget Beersheba in her life. അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ ജീവിതത്തിലും ബെർഷെബ അനുസ്മരിക്കുവാൻ സാധ്യമാകുന്ന ഒരു വ്യക്തി ജീവിതത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഒരിക്കലും സാറയല്ല. It is Hagar. അത് ഹാഗാറാണ്. She cannot forget Beersheba. ഹാഗാറിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ബെർഷെബ ഒരിക്കലും അപസ്മരണീയമല്ല. Because Beersheba was the last point where she decided to die. ആ സ്ഥലത്ത് വെച്ചാണ് തന്റെ ജീവിതത്തെ അവസാനിപ്പിക്കുവാൻ അവൾ തീരുമാനമെടുത്തത്. She could not see anything beyond that Beersheba. ബെർഷെബ എന്ന സ്ഥലത്തിന് അപ്പുറമായിട്ട് വേറൊരു ജീവിതം അവൾക്ക് കാണുവാൻ സാധിച്ചില്ല. That was a dead end of her life and her child. അവളുടെ ജീവിതത്തിന്റെ അവസാന അധ്യായമായിരുന്നു ബെർഷെബ. She thought that my child is going to die over here. ഈ സ്ഥലത്ത് വെച്ച് അവൾ നിശ്ചയിച്ചു എന്റെ കുഞ്ഞ് ഇവിടെ മരിക്കുമെന്ന്. If my child dies, there is no meaning in living in this world. എന്റെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം അർത്ഥശൂന്യമാണ്. So Beersheba was a dead end in the life of Hagar. ഹാഗാറിന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ബെർഷെബ അവളുടെ അന്ത്യനാളുകളുടെ സ്ഥലമായിരുന്നു. It is at Beersheba that God opened a well for her. അവിടെ വെച്ചാണ് ഹാഗാറിന് വേണ്ടി ഒരു പുതിയ കിണർ ദൈവം തുറന്നു കൊടുക്കുന്നത്. She saw the spring of hope over there. പ്രത്യാശയുടെ ഒരു കിണർ, പ്രത്യാശയുടെ വെള്ളം അവൾ അവിടെ കണ്ടെത്തുകയാണ്. She found the spring of hope in her life at Beersheba. പ്രത്യാശയുടെ വെള്ളത്തിന്റെ ഉറവിടം അവൾ അവിടെ ദർശിക്കുകയാണ്. So Beersheba is an inevitable place in the life of Hagar also. ഹാഗാറിനെ സംബന്ധിച്ചിടത്തോളം ബെർഷെബ അവളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ലാത്ത സ്ഥലമാണ്. For Abraham it was a place where that he received the long awaited promises in his life. അങ്ങനെയെങ്കിൽ എബ്രഹാമിന്റെ ജീവിതത്തിൽ സംബന്ധിച്ചിടത്തോളം എബ്രഹാം നേടിയെടുത്ത ദൈവിക വാഗ്ദത്തത്തിന്റെ സ്ഥലമായിരുന്നു ബെർഷെബ. His promises become a reality at Beersheba. ബെർഷെബ എന്ന സ്ഥലത്ത് വെച്ചാണ് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറ്റപ്പെട്ടത്. He cannot forget Beersheba in his life. അതുകൊണ്ട് തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ബെർഷെബ എന്ന സ്ഥലം തികച്ചും അവിസ്മരണീയമാണ്. First he named that city as Beersheba. അതുകൊണ്ട് അബ്രഹാം ആദ്യം ചെയ്തത് ആ സ്ഥലത്തിന് ബെർഷെബ എന്ന് പേരിട്ടതാണ്. Secondly he received his long awaited promises at Beersheba. അവിടെ വെച്ചാണ് ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള പുത്രനെ അബ്രഹാമിന് ലഭിക്കുന്നത്. And thirdly
thirdly, if you look into Beersheba, there is something more we can look with the life of Abraham. മൂന്നാമതായി മറ്റു ചില കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങളും അബ്രഹാമിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് പഠിക്കാം. It is at Beersheba that Abraham received or repossessed the stolen well from him. അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കിണറിനെ വീണ്ടെടുത്ത സ്ഥലം ബെത്ശബയാകുന്നു. In those days, wells are very important. ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ കിണറുകൾ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. Wells represented God's provision and God's favor over a generation and over a person. ഒരു കിണറിന് ദൈവത്തിന്റെ ഒരു അടയാളമായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തവും അവന്റെ അനുഗ്രഹങ്ങളും ഈ കിണറെന്ന ഈ വെള്ളത്തിൽ കൂടെ ദൈവം പ്രദർശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. Wells were a symbolic representation of God's favor to a family or to a tribe or to a nation. ദൈവത്തിന് ഒരു കുടുംബത്തോടുള്ള സ്നേഹവും അവന്റെ വാഗ്ദത്തത്തിന് നിറവേറ്റപ്പെടുന്നത് ഒരു കിണറിന്റെ ജലത്തിൽ കൂടിയാകുന്നു. So when this favor was received, now the enemy has come and stolen that well from the hands of Abraham. ഇത് കണ്ട ശത്രു എബ്രഹാമിൽ നിന്ന് ഈ കിണറിനെ മോഷ്ടിക്കുകയാണ് ചെയ്തത്. The enemy always wants to take and the rob the blessings of the people of God. ദൈവത്തിന്റെ മക്കളിൽ നിന്ന് എപ്പോഴും ശത്രു ആഗ്രഹിക്കുന്നത്, അവൻ നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നത് അവനിൽ നിക്ഷിപ്തമായിട്ടുള്ള അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കുവാനും കൊള്ളയടിക്കുവാനുമാണ്. The enemy were always interested to get the wealth of Abraham. എബ്രഹാമിന്റെ സമ്പത്തിനെ കട്ടെടുക്കുവാൻ നശിപ്പിക്കുവാൻ എപ്പോഴും പിശാച് ഒരു പദ്ധതികളെ ഒരുക്കിയിരുന്നു. But here at Beersheba we see Abraham is repossessing that blessing which has been taken by the enemy. എന്നാൽ ബെർശബ എന്ന സ്ഥലത്ത് വെച്ചാണ് അബ്രഹാം തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സർവ്വ സമ്പത്തും തിരിച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. This morning, dear brother and dear sister, let me tell you, if you are in Beersheba, you can repossess, reclaim every blessing stolen by the enemy. ഈ ഉച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ഈ ബെത്ശബ എന്ന സ്ഥലത്ത് വെച്ച് അബ്രഹാമിന് നഷ്ടപ്പെട്ടത് ദൈവം തിരിച്ചു കൊടുത്തുവെങ്കിൽ ഈ ബെത്ശബ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട ശത്രു കട്ടെടുത്ത സർവ്വ അനുഗ്രഹങ്ങളും ദൈവം തിരികെ നൽകുവാൻ അവൻ ആഗ്രഹിക്കുന്നു, അവൻ ശക്തനാകുന്നു. And one of the greatest things I noticed over here, he did not do a war to get it back from his enemy. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, അബ്രഹാം ഒരു യുദ്ധം ചെയ്തിട്ടല്ല അവന് നഷ്ടപ്പെട്ടത് അവൻ നേടിയെടുത്തത്. This morning prophetically, let me declare to the church, all the blessings taken by the enemy, God is going to give it you back without any war. ഒരു യുദ്ധവുമില്ലാതെ ഞാൻ ഈ ഉച്ച സമയത്ത് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സർവ്വതും ശത്രു നഷ്ടപ്പെടുത്തിയെടുത്ത കട്ടെടുത്ത സർവ്വതും സർവ്വ ദൈവിക അനുഗ്രഹങ്ങളും സമ്പത്തും ഇന്നേ ദിവസം അത് നിങ്ങൾക്ക് നൽകി തരുവാൻ എൻ്റെ ദൈവം ശക്തനാകുന്നു. Beersheba, the word Beersheba stands for a prophetic declaration to the world. You can get back the blessings stolen by the enemy. ബെത്ശബ എന്ന വാക്കിന്റെ എന്ന സ്ഥലത്തിന്റെ പേരിനാൽ തന്നെ ഉത്ബോധിക്കുന്നത് നിങ്ങൾക്ക് നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരുവാൻ ശക്തനായ ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. Make sure that you are at Beersheba this morning. അതുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് പ്രബോധിപ്പിക്കുന്നത്, ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് യുദ്ധം ചെയ്യേണ്ടല്ല. ബെർശബ എന്ന സ്ഥലത്ത് വെച്ച് തന്നെ, ഈ സ്ഥലത്ത് വെച്ച് തന്നെ നഷ്ടപ്പെട്ടതിനെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. If you are living at Beersheba, നിങ്ങൾ ബെർശബ എന്ന സ്ഥലത്താകുന്നു നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ, your blessings can be recaptured. നിങ്ങളുടെ നഷ്ടപ്പെട്ടതിനെ സർവ്വ അനുഗ്രഹങ്ങളും ദൈവിക അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. This morning let me declare it prophetically. അതുകൊണ്ട് പ്രവചനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, you will not lose your blessings given by God. ദൈവം നിങ്ങൾക്ക് നൽകി തന്ന ഒരു അനുഗ്രഹങ്ങൾക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടുകയില്ല. You will never lose the blessings that God has given to you. ദൈവം നൽകി തന്ന ഒരു സ്വർഗീയ അനുഗ്രഹങ്ങൾക്കും നിങ്ങൾ നഷ്ടപ്പെടുകയില്ല. Maybe for a short time the enemy might have captured it, put it under his hand, but this morning let me declare prophetically, you are going to get it back. കുറച്ചു കാലത്തേക്ക് ഒരു പക്ഷേ ശത്രു നിങ്ങളുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചെടുത്തിരിക്കാം, പക്ഷെ അതെല്ലാം പ്രവചന
പ്രബോധനാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളോട് പ്രബോധിക്കുന്നു, ഇതെല്ലാം ഈ സ്വർഗീയ അനുഗ്രഹങ്ങൾ മുഴുവനുമായിട്ടും നിങ്ങൾക്ക് തിരികെ ലഭിക്കുക തന്നെ ചെയ്യും. You are going to get back your blessings. സർവ്വ സ്വർഗീയ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തിരികെ ലഭിക്കും. You are going to get back your well. നിങ്ങൾക്ക് തിരികെ ലഭിക്കേണ്ടതായിട്ടുള്ള അർത്ഥബലകമായിട്ടുള്ള ആ കിണറ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. You are going to get back the favor of God. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. It will not be under the enemy's hand anymore. അത് ഒരിക്കലും ശത്രുവിന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല. It will not be under the enemy's territory anymore. അവന്റെ ശത്രുവിന്റെ പാളയത്തിലല്ല അവൻ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിലനിൽക്കുന്നത്. You and your generation are going to enjoy the blessings of God, and enemy has no right over your blessings. നീയും നിന്റെ തലമുറയും അനുഭവിക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ ഒരിക്കലും ശത്രുവിനെ പിടിച്ചു വെക്കുവാൻ സാധ്യമല്ല. അത് അവനിൽ നിന്ന് ദൈവം നിങ്ങൾക്ക് നൽകി തന്നെ തരും. Your enemy has no right over your blessings. നിങ്ങളുടെ സ്വർഗീയ അനുഗ്രഹങ്ങളുടെ മേൽ ശത്രുവിന് ഒരു അവകാശവുമില്ല. The enemy has no right over the well and the favor of God that God has given to you. കിണറിന് ആസ്പദ സൂചകമായിട്ടുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ തടഞ്ഞു വെക്കുവാൻ ശത്രുവിന് ഒരു അധികാരവുമില്ല. Abraham repossessed the blessings, the favor of God from the hands of the enemy. ശത്രുവിന്റെ കയ്യിൽ നിന്ന് അബ്രഹാം തന്റെ ദൈവീയ അനുഗ്രഹങ്ങൾ തിരികെ പ്രാപിക്കുവാനിടയായി. Dear brothers and dear sisters, പ്രിയ സഹോദരീ സഹോദരന്മാരെ, Abraham cannot forget Beersheba. അതുകൊണ്ട് തന്നെ ബെർശബ എന്ന സ്ഥലത്തെ ഒരിക്കലും അബ്രഹാമിന് മറക്കുവാൻ സാധ്യമല്ല. Abraham cannot forget Beersheba. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും പറയട്ടെ, അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം ബെർശബ വിസ്മരിക്കുവാൻ സാധ്യമല്ല. Because he is the one who named that place like Beersheba. കാരണം ആ സ്ഥലത്തിന് ബെർശബ എന്ന പേര് കൊടുത്തത് അബ്രഹാം തന്നെയാണ്. It is at Beersheba that Abraham received his long awaited promise, Isaac. ഐസക് എന്ന ദൈവിക വാഗ്ദത്ത പ്രകാരമുള്ള പുത്രനെ ലഭിച്ചത് ഈ സ്ഥലത്ത് വെച്ചാണ്. This morning let me tell you something prophetically. അതുകൊണ്ട് പ്രവചനാത്മാവിൽ ഞാൻ ഇതിനെ അടിസ്ഥാനമാക്കി ഒരു കാര്യം സഭയോട് പറയട്ടെ. If there is any promise left behind that you have not yet received at Beersheba, you are going to receive that promise. ദൈവിക വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, അത് ഇപ്പോഴും ലഭിച്ചിട്ടില്ല എങ്കിൽ, അത് ഈ ബെർശബ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ അത് തിരികെ തരുവാൻ എന്റെ ദൈവം ശക്തനാണ്. Some of the promises are going to materialize at Beersheba. നിങ്ങൾ വസിക്കുന്ന സ്ഥലത്ത് വെച്ച് തന്നെ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള സ്വർഗീയ അനുഗ്രഹങ്ങൾ, വാഗ്ദത്തങ്ങൾ നിങ്ങൾ പ്രാപിക്കുവാൻ പോവുകയാണ്. അത് യാഥാർത്ഥ്യമായി തീരാൻ പോവുകയാണ്. അത് യാഥാർത്ഥ്യമായി തീരുവാൻ പോവുകയാണ്. അത് യാഥാർത്ഥ്യമായി തീരുവാൻ പോവുകയാണ്. Until this day you had only a promise to tell to the world. ഈ ദിവസം വരെയും ലോകത്തോട് വിളിച്ചു പറയുവാൻ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ മാത്രമേ ഉള്ളൂ. But from today onwards, എന്നാൽ ഇന്നത്തെ ദിവസം മുതൽ, from today onwards, ഈ ദിവസം മുതൽ you have something to show to the world. ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ ഈ വാഗ്ദത്തം പൂർത്തീകരണം ലഭിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമായിട്ട് ഐസക്കിനെ, ഇസാക്കിനെ നിങ്ങൾക്ക് ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ ലോകത്തോട് ഇസാക്കിനെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുവാൻ സാധിക്കും. Until chapter 20 you had only a promise from God to share with the world. 20-ാം അധ്യായത്തിൽ വരെ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ലോകത്തോട് കാണിച്ചു കൊടുക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. But at chapter 21, എന്നാൽ 21-ാം അധ്യായത്തിൽ, in chapter 21, 21-ാം അധ്യായത്തിൽ, it is no more a promise. അതൊരു ദൈവിക വാഗ്ദത്തം മാത്രമല്ല. I have an Isaac to show to the world. ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ എന്റെ പക്കൽ ഇസഹാക്കുണ്ട്. In this 21st century we will have some Isaacs to show to the world. അതുകൊണ്ട് തന്നെ 21-ാം നൂറ്റാണ്ടിൽ ലോകത്തിന് പ്രദർശിക്കുവാൻ നമ്മുടെ കയ്യിൽ ഒരു ഇസഹാക്ക് ഉണ്ടായിരിക്കും. I strongly believe. ഞാൻ വാസ്തവമായിട്ടും വിശ്വസിക്കുന്നു. I will have an Isaac to show to the world. എനിക്ക് ലോകത്തോട് കാണിച്ചു കൊടുക്കാൻ എന്റെ പക്കൽ ഒരു ഇസഹാക്ക് ഉണ്ട്. I am no more living in the days of promises. I am living in the days of reality. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല, അതിന്റെ പൂർത്തീകരണത്തിന്റെ ദിവസങ്ങളിലാണ് ഞാൻ ജീവിക്കുന്നത്. I will have an Isaac. എന്റെ പക്കൽ ഒരു ഇസഹാക്ക് ഉണ്ട്. At Beersheba I am going to receive an Isaac. ബെർശബയിൽ ഞാൻ ഇസഹാക്കിനെ പ്രാപിക്കും. How many of you believe that this year I will receive my Isaac? ഈ
ഈ വർഷം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നു ഇസഹാക്കിനെ ഞാൻ സ്വന്തമാക്കും? I will receive my Isaac. എന്റെ ജീവിതത്തിൽ ഞാൻ ഇസഹാക്കിനെ സ്വന്തമാക്കുന്നു. I will handle the promise as a reality. ദൈവത്തിന്റെ വാഗ്ദത്തം എന്റെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? It will not be promises anymore. It will be realities. അത് ദൈവത്തിന്റെ വാഗ്ദത്തം മാത്രമല്ല, അത് ദൈവത്തിന്റെ യാഥാർത്ഥ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. Beersheba is the place where Abraham received his promises as a reality. ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണമാണ് ബെത്ശേബയിൽ വെച്ച് എബ്രഹാം നേടിയെടുത്തത്. The word became flesh. വചനം ജഡമായി തീർന്നു. The promise became flesh. വാഗ്ദത്തം യാഥാർത്ഥ്യമായി തീർന്നു. The promise became flesh. വാഗ്ദത്തം ശരീരമായി തീർന്നു. So that people can see it, touch it, smell it. അതുകൊണ്ട് തന്നെ ആ ശരീരത്തെ സ്പർശിക്കുവാനും മണക്കുവാനും എല്ലാം ജനത്തിന് സാധിച്ചു. I strongly believe. ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. We are walking through the land of Beersheba. നമ്മൾ ബെർഷബ എന്ന സ്ഥലത്തിൽ കൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. I strongly believe. ഞാൻ വാസ്തവമായിട്ട് വിശ്വസിക്കുന്നു. We are living in the land of Beersheba. ബെർഷബ എന്ന സ്ഥലത്താണ് നമ്മൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്. I strongly believe. ഞാൻ വിശ്വസിക്കുന്നു. The promises of God are going to be real in my life. ദൈവത്തിന്റെ വാഗ്ദത്തം മുഴുവനും എൻ്റെ ജീവിതത്തിൽ സഫലമാകുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I am going to get back all the things what the enemy has stolen from me. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശത്രു എന്നിൽ നിന്ന് കവർന്നെടുത്ത സർവ്വതും ഞാൻ തിരികെ പ്രാപിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. I am going to get it back. ഞാൻ അത് തിരികെ പ്രാപിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I am going to get it back. ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I am going to get it back. ഞാൻ തിരിച്ചെടുക്കുക തന്നെ ചെയ്യും. Whatever the enemy has stolen from my family. കവർന്നെടുത്ത സർവ്വതും. Whatever the enemy has stolen from my family. ശത്രു എന്നിൽ നിന്ന് കവർന്നെടുത്ത സർവ്വതും. Whatever the enemy has stolen from my children. എൻ്റെ തലമുറയിൽ നിന്ന് കവർന്നെടുത്ത സർവ്വതും. Whatever the enemy has stolen from my health, from my body. എൻ്റെ ശരീരത്തിൽ നിന്ന് അവർ കവർന്നെടുത്ത സർവ്വ ആരോഗ്യവും. I am going to get it back. ഞാൻ അത് തിരികെ പ്രാപിക്കുക തന്നെ ചെയ്യും. I am going to get it back. ഞാൻ അത് തിരികെ പ്രാപിക്കും. I am going to get it back. ഞാൻ അത് തിരികെ പ്രാപിക്കും. The health the enemy has stolen, I am going to get it back. എന്നിൽ നിന്ന് കവർന്നെടുത്ത എൻ്റെ ആരോഗ്യത്തെ ഞാൻ തിരികെ പ്രാപിക്കും. The money the enemy has taken, I am going to get it back. എന്നിൽ നിന്ന് കവർന്നെടുത്ത എൻ്റെ സമ്പാദ്യങ്ങളെ മുഴുവൻ ഞാൻ തിരികെ പ്രാപിക്കും. The family that the enemy has taken, I am going to get it back. എന്നിൽ നിന്ന് നഷ്ടപ്പെട്ട എൻ്റെ കുടുംബത്തെ ഞാൻ തിരികെ പ്രാപിക്കുക തന്നെ ചെയ്യും. Everything the enemy has stolen, I am going to get it back. എന്നിൽ നിന്ന് കവർന്നെടുത്ത സർവ്വതും എൻ്റെ ശത്രു കവർന്നെടുത്ത സർവ്വതും ഞാൻ തിരികെ പ്രാപിക്കും. With no strain, with no strain. ഒരു യുദ്ധവുമില്ലാതെ പ്രയാസവുമില്ലാതെ. With no strain. ഒരു 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 പ്രയാസവുമില്ലാതെ. Every blessings എല്ലാ അനുഗ്രഹങ്ങളും that the enemy has stolen, എന്നിൽ നിന്ന് കവർന്നെടുത്ത സർവ്വ അനുഗ്രഹങ്ങളും are going to come back to me. ശത്രുവിൽ നിന്ന് ഞാൻ പിടിച്ചെടുക്കും. Are going to come back to me. ഞാൻ തിരികെ വരും. Are going to come back to me. എന്നിലേക്ക് തിരിച്ചു വരും. Are going to come back to me. എന്നിലേക്ക് തിരിച്ചു വരും. And I believe it. ഞാൻ അത് വിശ്വസിക്കുന്നു. I believe it. ഞാൻ പൂർണ്ണമായും I believe it. ഞാൻ പൂർണ്ണമായും I believe it. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. These are my days. എൻ്റെ ദിനങ്ങളാണ്. These are my days. വരുന്ന ദിനങ്ങൾ മുഴുവൻ I live in Beersheba. ഞാൻ ബെർഷബയിൽ നിന്ന് തിരിച്ചെടുക്കപ്പെടും. I live in Beersheba. ഞാൻ ബെർഷബയിൽ ജീവിക്കുന്നു. So my promises has to come back to me. എല്ലാ വാഗ്ദത്തങ്ങളും എനിക്ക് തിരികെ വരുന്നു. All my promises I am going to get back. ഞാൻ എൻ്റെ സ്വർഗീയമായിട്ടുള്ള എൻ്റെ സർവ്വ വാഗ്ദത്തങ്ങളും എനിക്ക് തിരികെ വരും. Hallelujah. Beersheba is not only a place of covenant to Abraham, it's also a place of covenant to Hagar also. Beersheba എന്ന് പറയുന്നത് അബ്രഹാമിന് മാത്രമല്ല, ഹാഗാറിനും അതൊരു വാഗ്ദത്ത ദേശമാണ്. Amen. It was a place of covenant even to Hagar. ഹാഗാറിന് പോലും ആ സ്ഥലം ഒരു വാഗ്ദത്ത ദേശമാണ്. What does it mean? എന്താണ് അത് അർത്ഥമാക്കുന്നത്? Whoever lives in Beersheba, ആരെല്ലാമോ ബെർഷബയിൽ ജീവിക്കുന്നു, the blessings of Beersheba are for all. അതിന്റെ ഫലം എല്ലാവർക്കും ഉള്ളതാണ്. The blessings of Beersheba are for all. എല്ലാ ഫലങ്ങളും എല്ലാവർക്കും ഉള്ളതാണ്. It's for all. എല്ലാവർക്കും ഉള്ളതാണ്. It's not only for Abraham and his children. അബ്രഹാമിനും സന്തതികൾക്കും മാത്രമല്ല, it's for Hagar and his children. ഹാഗാറിനും തലമുറയ്ക്കും കൂടി ഉള്ളതാണ്. It's a lie. God is going to do something supernatural for us. നമുക്ക് വേണ്ടി ദൈവം ചിലത് ശക്തമായിട്ടുള്ള ചില അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കുവാൻ പോകുന്നു. What is Beersheba again? എന്താണ് ബെർഷബ? വീണ്ടും there is something more happened in Beersheba. ബെർഷബയിൽ ഇത് മാത്രമല്ല, മറ്റു ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. Something more, കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ which we don't want to do. നമുക്ക് ചെയ്യുവാൻ
ചെയ്യുവാൻ ഇഷ്ടമില്ലാത്തത്, which we don't want to hear. നമുക്ക് കേൾക്കാൻ ആഗ്രഹമില്ലാത്തത്. But that also happened in Beersheba. അതും ബെർഷെബായിൽ നടന്നു. It was a place where Abraham separated himself from Hagar and Ishmael. ഹാഗാറിനെയും ഇസ്മയിലെയും തൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്തള്ളിയത് ഈ സ്ഥലത്ത് വെച്ചാണ്. Because God doesn't want Hagar and Ishmael in the territory of Abraham. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അബ്രഹാമിന് ആ പ്രത്യേക സ്ഥലത്ത് ഹാഗാറും ഇഷ്മയേലും ഉണ്ടാകണമെന്ന് ഒരിക്കലും ആഗ്രഹമുണ്ടായിരുന്നില്ല. What is Hagar stands for? ഹാഗാർ എന്തിനാണ് പ്രതിദാനം ചെയ്യുന്നത്? Hagar is a symbolic representation of the flesh. നമ്മളുടെ ശരീരത്തെയാണ്, ജഡത്തെയാണ് ഹാഗാർ പ്രദർശിപ്പിക്കപ്പെടുന്നത്. Hagar stands as a symbol of our fleshly desire, fleshly actions, fleshly appetites. നമ്മുടെ ജഡീകമായിട്ടുള്ള ആഗ്രഹങ്ങളെയും ജഡീകമായിട്ടുള്ള അഭിലാഷങ്ങളെയുമാണ് ഹാഗാർ വെളിപ്പെടുത്തുന്നത്. Ishmael was not in the original plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ട ഒരു വ്യക്തിയായിരുന്നില്ല ഇഷ്മയേൽ. God never wanted Ishmael to come into scene. ദൈവം ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു ഇഷ്മയേൽ. When God called Abraham, Ishmael was not in the plan of God. ദൈവത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരു വ്യക്തി ആയിരുന്നില്ല ഇഷ്മയേൽ. Hagar and Ishmael stand as the representative of flesh, fleshly desire, fleshly plans. ഹാഗാറും ഇഷ്മയേലും ഇവർ രണ്ടും പ്രതിദാനം ചെയ്യുന്നത് നമ്മുടെ ജഡസംബന്ധമായിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങളെയും ജഡത്തെയുമാകുന്നു. Or plan B in our life. നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്ലാൻ, ഒരു ബി പദ്ധതിയായിട്ട് നമുക്ക് ഒരുപക്ഷെ അതിനെ കാണുവാൻ സാധിക്കും. God is not moving as the way that we wanted him to move. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കുകയില്ല ദൈവം നീങ്ങുന്നതും പ്രവർത്തിക്കുന്നതും. God is not moving speedily the way that we wanted him to move. നമ്മൾ വിചാരിക്കുന്ന വേഗതയിലായിരിക്കുകയില്ല ഒരുപക്ഷെ ദൈവം പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. So Hagar stands as a symbol of flesh, human plans for the world, substitute for God's plan. അതുകൊണ്ട് തന്നെ ഹാഗാർ പ്രതിദാനം ചെയ്യുന്നത് ജഡത്തെയാകുന്നു, മാനുഷികമായിട്ടുള്ള പദ്ധതികളെയാകുന്നു, ലോകത്തെയാകുന്നു. We think many times maybe God might have forgotten the promise that he has given to me. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപക്ഷെ ഒരു ചിന്ത ഇങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും, എന്തുകൊണ്ട് ദൈവികമായിട്ടുള്ള പദ്ധതികൾ ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റിയോ അല്ലെ ദൈവം വിസ്മരിച്ചോ എന്ന്. Maybe God might have forgotten because he had given promises to many people, so he might have forgotten the promise given to me. ദൈവം ഒരു ലോകത്തുള്ള എല്ലാ തൻ്റെ മക്കൾക്കും ഒരുപാട് ദൈവിക വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ കാര്യത്തിൽ ഒരുപക്ഷെ അങ്ങനെ അദ്ദേഹം ഒരുപക്ഷെ മറന്നിട്ടുണ്ടായിരിക്കാമെന്ന്. It's almost 20 years now. ഏതാണ്ട് 20 വർഷക്കാലമായി. Maybe God might have forgotten the promises. അതുകൊണ്ട് 20 വർഷം കൊണ്ട് ദൈവം എനിക്ക് തന്ന വാഗ്ദത്തം ഒരുപക്ഷെ മറന്നിരിക്കാം. So let us not bother God. അതുകൊണ്ട് ദൈവത്തെ ഇനി ശല്യപ്പെടുത്തില്ല. Let's work out something for ourselves. അതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില കാര്യങ്ങളെ പദ്ധതികളെ നമുക്ക് ഒരുക്കാം. No, God has given us wisdom. നമുക്ക് ദൈവം ബുദ്ധിയും ജ്ഞാനവും തന്നിട്ടുണ്ട്. God has given us influence. നമുക്ക് സ്വാധീനം തന്നിട്ടുണ്ട്. So let's work out something. Let's not bother God anymore. അതുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ആശ്രയിക്കാം. തൽക്കാലം ദൈവത്തെ ഒന്ന് മാറ്റി നിർത്താം. So they worked out a human plan. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള മാനുഷികമായിട്ടുള്ള ചില പദ്ധതികൾ അവർ രൂപപ്പെടുത്തിയെടുത്തു. And as a result, അതിന്റെ പ്രതിഫലം and Ishmael was born. ഇഷ്മയേൽ ജനിക്കപ്പെട്ടു. A strong guy. വളരെ ശക്തനായ ഒരു മനുഷ്യൻ. Beautiful guy. കാണാൻ സുന്ദരൻ. And finally God said, അവസാനം ദൈവം ഇപ്രകാരം പറഞ്ഞു, you have to get rid of
him from your tent. അവനെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റണം എന്ന് ദൈവം പറഞ്ഞു. For Sarah it was easy. സാറയെ സംബന്ധിച്ചിടത്തോളം അത് എളുപ്പമായിരുന്നു. But for Abraham it was a heartbreaking experience. എബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹൃദയഭേദകമായിരുന്നു. It was a very heartbreaking experience. വളരെ ഹൃദയഭേദകമായിരുന്നു അബ്രഹാമിന്. But at Beersheba he decided even to say goodbye to Hagar and Ishmael. പക്ഷേ അബ്രഹാം ഒരു തീരുമാനമെടുത്തു. ബെർഷബായിൽ വെച്ച് ഞാൻ ഇഷ്മയേലിനെയും ഹാഗാറിനെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ ഒഴിവാക്കുമെന്ന്. You have to study the scripture in its order. എപ്പോഴും ദൈവത്തിൻ്റെ വചനം എപ്പോഴും ഒരു ക്രമപ്രകാരമായിരിക്കണം പഠിക്കേണ്ടത്. And it is written in order also. അത് എഴുതിയിരിക്കുന്നത് ക്രമപ്രകാരമാകുന്നു. Only after casting out the Hagar and Ishmael, Abraham received his blessings back. എബ്രഹാം തൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ പ്രാപിച്ചത് തൻ്റെ ജീവിതത്തിൽ നിന്ന് ഹാഗാറിനെയും ഇഷ്മയേലിനെയും മാറ്റിയപ്പോഴാകുന്നു. He was able to repossess the well after he was able to get goodbye to Hagar and Ishmael. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അവൻ്റെ സമ്പത്തായിരുന്ന കിണറിനെ അവനെ തിരികെ ലഭിച്ചത് തൻ്റെ ജീവിതത്തിൽ നിന്ന് അനർഹമായ വസ്തുക്കളായ അല്ലെങ്കിൽ വ്യക്തി ജീവിതങ്ങളായ ഹാഗാറിനെയും ഇഷ്മയേലിനെയും ജീവിതത്തിൽ നിന്ന് വേർപെടുത്തിയപ്പോഴാകുന്നു. It was so painful for Abraham to let them go. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഹൃദയഭാരത്തോടു കൂടിയാകുന്നു തൻ്റെ ജീവിതത്തിൽ നിന്ന് അവരെ അടർത്തി മാറ്റിയത്. Finally God has to intervene in that issue and speak to Abraham to get her out of the tent. അവസാനം ദൈവം തന്നെ അബ്രഹാമിനോട് സംസാരിക്കേണ്ടി വന്നു അവരെ തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി. Let me ask you something this afternoon. ഈ ഉച്ചസമയത്ത് ഞാൻ നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. Is there is anyone or anything in our life that stands as a stumbling block so that we can get and receive the favor and the blessings of God? ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിൻ്റെ നിവൃത്തീകരണത്തിനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ? That can be a person. അതൊരു പക്ഷേ വ്യക്തിയായിരിക്കാം. Maybe some relationship with somebody. ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം. Maybe certain things. ചില വസ്തുക്കളായിരിക്കാം. Is that a stumbling block in our life so that God's promises or favor cannot come back into our life? ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൊണ്ടാണോ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? At Beersheba, Abraham decided to get rid of Hagar and Ishmael. എന്നാൽ എബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിഘടമായിട്ട് നിന്ന് തടസ്സമായിട്ട് നിന്നിരുന്ന ഈ രണ്ട് കാര്യങ്ങളെയും ബെർഷെബ എന്ന സ്ഥലത്ത് വെച്ച് എബ്രഹാം വിട പറയുകയാണ് ചെയ്യുന്നത്. It was painful for him. വളരെ വേദനാജനകമായിരുന്നു എബ്രഹാമിന്. But he was willing to do it. എന്നാൽ മനഃപൂർവമായിട്ട് അബ്രഹാം അത് ചെയ്യുവാൻ തയ്യാറെടുത്തു. And let me tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. When he was willing to do that, എബ്രഹാം അത് ചെയ്യുവാൻ തീരുമാനമെടുത്തപ്പോൾ God took care of him. ദൈവം അവൻ്റെ സംരക്ഷണം ഏറ്റെടുത്തു. And he received his wells back without a fight. ഒരു യുദ്ധവുമില്ലാതെ ഒരു ബഹളവുമില്ലാതെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ കിണറിനെ അവനെ തിരികെ ലഭിപ്പാൻ ബെർഷെബയിൽ വെച്ച് അവനത് തിരികെ ലഭിച്ചു, അവൻ്റെ അനുഗ്രഹം. And now we come to the next stage of Abraham. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ അടുത്ത കാലഘട്ടം, അടുത്ത ഘട്ടം നമുക്ക് നോക്കാം. Not only he received the blessings and the favor which was stolen by the enemy. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ശത്രു തട്ടിയെടുത്ത തൻ്റെ സമ്പത്തോ അത് തിരികെ ലഭിച്ചു എന്ന് മാത്രമല്ല, a treaty was made with the enemy. അവിടെ വെച്ച് ശത്രുവുമായിട്ട് ഒരു ഉടമ്പടി അബ്രഹാം ചെയ്യുകയാണ്. They said, hereafter we are not going to bother you anymore.
അവിടെ വെച്ച് ശത്രു പറയുകയാണ്, ഞാൻ ഇനി ഒരിക്കലും നിന്നെ ബുദ്ധിമുട്ടുകയില്ല. A peace was established. അവിടെ സമാധാനം കൈവരിക്കുകയാണ്. A peace was established. അവിടെ സമാധാനം എബ്രഹാം കൈവരിക്കുകയാണ്. Beersheba is the place where Abraham received, enjoyed the peace of God in his life. ദൈവത്തിന്റെ സമാധാനം വാസ്തവമായിട്ടും എബ്രഹാം അനുഭവിച്ചത്, ലഭ്യമായത് ബെർഷബായിൽ വെച്ചാകുന്നു. In two senses. രണ്ടർത്ഥങ്ങളിൽ. One, in the family. ഒന്ന് കുടുംബത്തിൽ. Because there was always the problems in the family because of Hagar and Ishmael, Sarah and Isaac. എബ്രഹാമിന്റെ കുടുംബ ജീവിതത്തിൽ എപ്പോഴും ഹാഗാറും ഇഷ്മയേലും ഒരു തടസ്സമായിരുന്നു. There was always a problem between Sarah and Hagar. സാറായും ഹാഗാറും തമ്മിൽ. Ishmael and Isaac. ഇഷ്മയേലും ഇസഹാക്കും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. Always problem. എപ്പോഴും There is no peace at home. അതുകൊണ്ട് തന്നെ ഒരിക്കലും കുടുംബത്തിൽ സമാധാനം If there is no peace at home, there won't be peace in the church. കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ സഭയിൽ സമാധാനം If ഉണ്ടായിരിക്കും. there is no peace at home, there won't be peace at the land. കുടുംബത്തിൽ സമാധാനമില്ല എങ്കിൽ ആ ഭവനത്തിൽ മാത്രമല്ല, ആ പ്രദേശത്ത് പോലും സമാധാനം Peace നിലനിൽക്കില്ല. starts with home. സമാധാനം എപ്പോഴും കുടുംബത്തിൽ നിന്നാണ് So ആരംഭിക്കുന്നത്. Abraham settled the issues at home, then God took care of that, settled the peace at the land. അതുകൊണ്ട് തന്നെ ദൈവം ചെയ്തത് ആദ്യം സമാധാനം കുടുംബത്തിലേക്ക് തിരികെ കൊടുക്കുകയും അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിൽ കൂടെ ആ ദേശത്ത് സമാധാനം നേടുകയും ചെയ്തു. So Abraham had peace at home first. അതുകൊണ്ട് എബ്രഹാമിന്റെ ജീവിതത്തിൽ ആദ്യം സമാധാനം അവന് ലഭ്യമായത് കുടുംബത്തിലാണ്. And now that peace was transferred in his community. ആ സമാധാനം അവൻ പാർത്ത ദേശത്തേക്കും വ്യാപിച്ചു. The enemy came for a treat with him. ശത്രു അവിടെ വെച്ച് ഒരു ഉടമ്പടി ബന്ധം സ്ഥാപിക്കുവാൻ So ആഗ്രഹിക്കുന്നു. Beersheba is the place where Abraham had a treaty with his enemies. നിങ്ങളോട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെർഷബ എന്ന സ്ഥലത്ത് വെച്ചാണ് ശത്രു അബ്രഹാമുമായിട്ട് ഒരു ഉടമ്പടി ബന്ധത്തിൽ വരുന്നത്. Now everything is in order now. ഇപ്പോൾ എല്ലാം ക്രമമായിരിക്കുന്നു. Look into this life of Abraham now. ഇപ്പോൾ എബ്രഹാമിന്റെ ജീവിതത്തെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. He received the promise, Isaac. അവൻ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരമുള്ള പുത്രനെ അവൻ നേടി. And he received the well which has been stolen by the enemy. ശത്രു മോഷ്ടിച്ചെടുത്ത കവർന്നെടുത്ത കിണർ അവന് തിരികെ ലഭിച്ചു. And the problematic woman and the child at the house has been thrown out and there is peace at the house. അവന്റെ കുടുംബത്തിൽ നിത്യപ്രശ്നമായിരുന്ന ഹാഗാറിനെയും ഇഷ്മയേലിനെയും അവിടെ വെച്ച് തിരസ്കരിക്കപ്പെട്ടു. And now finally the land has also, the enemy has also made a treaty with him and he is in peace. Everything in order. അവസാനമായ ദേശത്ത് ഒരു സമാധാന ഉടമ്പടിക്കായിട്ട് ശത്രു മുന്നോട്ട് വരികയും ചെയ്തു. In other sense, മറ്റൊരർത്ഥത്തിൽ there is no need of God anymore. ഇനി ദൈവത്തിന്റെ ആവശ്യം എനിക്കില്ല. Why should where is the place of God now? ഇനിയിപ്പോ ദൈവത്തിന്റെ ആവശ്യം എന്ത് എന്റെ ജീവിതത്തിൽ? I received my son. എനിക്ക് എന്റെ പുത്രനെ ലഭിച്ചു. I got peace at home. സമാധാനം ലഭിച്ചു. Peace among the enemies. ശത്രുമായിട്ട് സമാധാനം ഉണ്ടായി. I got my favor back. എനിക്ക് നഷ്ടപ്പെട്ടത് എനിക്ക് തിരികെ ലഭിച്ചു. I am well settled now. ഇപ്പോൾ ഞാൻ സുഖമായിരിക്കുന്നു. Why should I need God anymore? എനിക്ക് എന്തിനാ ഇനി ദൈവത്തെ ആവശ്യം? ചിലർ ചോദിക്കുന്നത്, ഇനിയിപ്പോ എന്തിനാ ഞാൻ ആരാധനയ്ക്ക് പോന്നേ? ഇനിയിപ്പോ എന്തിനാ ഞാൻ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോന്നേ? ഇനിയിപ്പോ ഞാൻ എന്തിനാ കൂട്ടായ്മയ്ക്ക് പോണ്ടേ? ഇനിയിപ്പോ എന്തിനാ ഞാൻ ആരാധനയ്ക്ക് വരണ്ടേ? I had everything. എനിക്ക് എല്ലാം ആയി കഴിഞ്ഞല്ലോ. മക്കൾക്ക് ജോലിയായി, വീടായി, കാറായി, സൗകര്യങ്ങളായി. I had everything. മാന്യമായ ഒരു സ്ഥാനവും എനിക്ക് സമൂഹത്തിൽ ഇപ്പം ഉണ്ട്. Why should I need God anymore? ഇനി എനിക്ക് എന്തിനാ ദൈവം? Here comes the next scripture. അടുത്ത തിരുവെഴുത്തിന്റെ പ്രസക്തി നമ്മൾ ഇവിടെ കാണുന്നത്. When everything came into order. എല്ലാ കാര്യങ്ങളും ക്രമമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് ഇവിടെ വായിക്കാം. ശത്രുവിനെ പോലും എന്നേക്കുമായി വീട്ടിൽ നിന്നും മാറ്റി തന്നു, ദേശത്തുനിന്നും മാറ്റി തന്നു. എവറിത്തിങ് ഇൻ എ വെരി പീസ്ഫുൾ എല്ലാം സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ഇനി ദൈവത്തിൻ്റെ ആവശ്യമില്ല, ഇനി കൂട്ടായ്മ വേണ്ട. ഇനിയിപ്പോൾ ചത്താ കുഴിച്ചിട്ടുകൊണ്ട് മാത്രം എന്ത് ചെയ്യണം? ഞായറാഴ്ച വന്നൊന്ന് തല കാണിച്ചേച്ച് പോകണം.
അബ്രഹാമിന് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, കാരണം സ്വന്തം ശവക്കോട്ടയുണ്ട്, മക്പേല എന്ന് പറഞ്ഞ പുള്ളി വാങ്ങിച്ചിട്ടിട്ടുണ്ട്. What I'm telling you this, now come, the verse 33 becomes very important in the context of, in the background of all this scripture. Yeah. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ വെച്ച് 33-ാം വാക്യം വളരെ വളരെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ഒന്നാണ്. At Beersheba he did something else. ബെർഷബായിൽ വെച്ച് വേറെ ചിലതുകൂടി അബ്രഹാം ചെയ്തെടുക്കും. That's what I said, I want to take you to Beersheba now. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങളെ ബെർഷബായിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. With no visa and no air ticket. അവിടെ വിമാനയാത്ര ടിക്കറ്റോ വിസ ഇല്ലാതെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Let's go to Beersheba now. ഇപ്പോൾ ബെർഷബായിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. The moment we enter to Beersheba, ബെർഷബായിൽ നമ്മൾ കാലുകുത്തുന്ന സമയത്ത് we can see a well, and that well is called the well of covenant. അവിടെ ഒരു കിണർ കാണാം. ആ കിണറിന്റെ പേരാണ് വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത്. Well of covenant. വാഗ്ദത്തത്തിന്റെ കിണർ. That's what Beersheba means. അതാണ് ബെർഷബ എന്ന വാക്കിന്റെ അർത്ഥം. What does that well says? കിണർ എന്ത് പറയുന്നു? That represents God's favor, God's care, God's concern for his chosen one. ദൈവം തെരഞ്ഞെടുത്ത ജാതിയോടുള്ള അവന്റെ സ്നേഹവും അവന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണവും കാണിക്കുന്നത് ഈ കിണറിൽ കൂടെ ആകുന്നു. Beersheba is a desert land. You should remember that. നിങ്ങൾ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ബെർഷബ എന്ന സ്ഥലം ഒരു മരുഭൂമിയാണ്. It's a desert land. അതൊരു മരുഭൂമിയാണ്. And in that desert land, God showed his favor to his chosen one by providing water in the desert. ബെർശേബയിൽ ഒരു കിണർ നൽകി കൊടുത്തുകൊണ്ട് ദൈവം തൻ്റെ ദാസനോടുള്ള വിശ്വസ്തത, അവൻ്റെ കരുതൽ ദൈവം പ്രദർശിപ്പിച്ചു. So that well has a message to us. ആ കിണറിൽ കൂടെ തന്നെ നമുക്ക് അതിൽ കൂടെ ഒരു സന്ദേശമുണ്ട്. Our God is a God who cares for us even if we are in the wilderness. നീ മരുഭൂമിയിലാണെങ്കിലും നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഉണ്ടെന്ന ആ കിണർ കരുതുന്ന ദൈവം. നീ മരുഭൂമിയിലാണെങ്കിലും. അതുകൊണ്ടാ പിന്നെ അബ്രഹാം ഇസഹാക്കിനോട് ഒരിക്കൽ പറഞ്ഞു, യഹോവ കരുതിക്കൊള്ളുമെന്ന്. ഓർക്കുന്നു ആ സമയം? ചോദിച്ചല്ലോ മോനെ, അപ്പാ വിറകൊണ്ട് തീയുണ്ട്, യാഗമൃഗം എവിടെ എന്നുള്ള ചോദ്യത്തിൻ്റെ നടുവില് അബ്രഹാം മറുപടി പറയുന്നു, ദൈവം കരുതിക്കൊള്ളും, മരുഭൂമിയിൽ അവൻ എനിക്ക് വെള്ളം കരുതിയത് എനിക്കറിയാം. ബെർശേബയിലേക്ക് നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് എന്നാണെന്നറിയാമോ? പട്ടണവാതിൽക്ക് നിങ്ങൾക്ക് ഒരു കിണർ കാണാം. ആ കിണർ വിളിച്ചറിയിക്കുന്നത് കരുതുന്ന ദൈവമാണ്. ഇറ്റ് ഹാസ് സംതിങ് മോർ ടു ടെൽ. അതിനേക്കാൾ അപ്പുറം കൂടെ ഒന്ന് പറയാനുണ്ട്. അതെന്നാന്നറിയാമോ? ഇത് ശത്രു കൊണ്ടുപോയാലും നിനക്ക് തിരിച്ചു തരുന്ന ദൈവമാണ്. കാരണം ശത്രുവിൻ്റെ അത്ര കൈബലം നിനക്കില്ലായിരിക്കാം, അവൻ്റെ അത്ര സാമർഥ്യം നിനക്കില്ലായിരിക്കാം. നിന്റെ അനുഗ്രഹത്തെ അവൻ ബലാൽ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ ഈ ബെർശേബ കിണർ വിളിച്ചു പറയുന്നു, അതൊരിക്കലും അവൻ്റെ കൈവശം ഇരിക്കത്തില്ല, അത് നിന്റെ കയ്യിലേക്ക് തന്നെ മടങ്ങി വരും. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ ഇരിക്കയില്ല. കിണറിന് വിളിച്ചു പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒന്നാണെന്നറിയാമോ? എന്നെ കരുതുന്ന ദൈവം മാത്രമല്ല, എൻ്റെ അവകാശത്തെ ശത്രുവിന് വിട്ടുകൊടുക്കാത്ത ദൈവം കൂടാ. എൻ്റെ അവകാശത്തെ, അബ്രഹാമേ, ഞാൻ നിനക്ക് തന്ന അവകാശമുണ്ടല്ലോ, ഞാൻ നിനക്ക് തന്ന കിണറുണ്ടല്ലോ, നിന്നോടുള്ള എൻ്റെ വിശ്വസ്തതയും എൻ്റെ കാവലും എൻ്റെ പരിപാലനവും വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി ഈ മരുഭൂമിയിൽ നിനക്ക് വേണ്ടി ഞാൻ തുറന്ന ഈ ഉറവയുണ്ടല്ലോ, ഇത് ശത്രു കൈവശം വെച്ച് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേലിരിക്കത്തില്ല. അല്പനാളത്തേക്ക് ഒരുപക്ഷെ അവൻ കൈവശം വെച്ചെന്നിരിക്കാം. അതിന് ഞാൻ അപ്പോസ്തലനായ പൗലോസിന്റെ വാക്ക് കടമെടുത്ത് പറയാം. അവൻ അല്പകാലത്തേക്ക് നിന്നെ വിട്ടുപോയത് സദാകാലത്തേക്ക് നിനക്ക് മടക്കി ലഭിക്കേണ്ടതിന് വേണ്ടിയാ. ആരെ കുറിച്ച് പറയുന്നതാണെന്നറിയാമോ? ഒനേസിമോസിനെ കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു വാക്കാണ്. ഒനേസിമോസിനെ കുറിച്ച് പറയുകയാണ്, അവൻ അല്പകാലത്തേക്ക് നിനക്ക് നഷ്ടപ്പെട്ടത് സദാകാലത്തേക്ക് നിനക്ക് മടക്കി ലഭിക്കേണ്ടതിന് വേണ്ടിയാ.
ബേർശേബയിലെ കിണർ വിളിച്ചറിയിക്കുന്നത്. എനിക്ക് ആ കിണറിൻ്റെ അടുത്തുനിന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. കാരണം ആ കിണർ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഡാനിയൽ പാസ്റ്റർ, നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒത്തിരി പറയാനായിട്ടുണ്ട്, എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ബേർശേബ മരുഭൂമിയിൽ കിണർ കുഴിക്കാൻ നേരത്തെ എല്ലാവരും ഞങ്ങളെ പരിഹസിച്ചതാ. അതുകൊണ്ട് വെള്ളം കണ്ടെന്ന് കണ്ട ഉടനെ ആര് വന്നെന്നറിയാമോ? അമാലിയക്കർ വന്ന് എന്ത് ചെയ്തെന്നറിയാമോ? ഇത് അവകാശപ്പെട്ടു. പാവം അബ്രഹാം വിട്ടുവെച്ച് പോകുകയല്ല, അത് നിവൃത്തിയൊന്നുമില്ലായിരുന്നു. അബ്രഹാം അത് വിട്ടുവെച്ച് പോയി. പ്രത്യുവാരമൊന്നും പറയാൻ നിന്നില്ല. അബ്രഹാമിനറിയാം ഒരു ദിവസം ഇത് മടങ്ങി വരുമെന്നറിയാം, ഒരു ദിവസം ഇത് മടങ്ങി വരുമെന്നറിയാം. എൻ്റെ ന്യായാധിപതി സ്വർഗത്തിലെ ദൈവമാണെന്ന് എനിക്കറിയാമെന്നുള്ളത് കൊണ്ട്, എൻ്റെ ന്യായാധിപതി അവനാണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് ഇപ്പം വഴക്കിനൊന്നും നിൽക്കുന്നില്ല. കാരണം നീതിയോടെ വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ കിണർ വിളിച്ചറിയിക്കുന്നത് ദൈവം നീതി നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം തൻ്റെ അവകാശത്തെ വിട്ടുകൊടുക്കത്തില്ല. എൻ്റെ കുഞ്ഞ്, എന്തെങ്കിലും നിനക്കിന്ന് നഷ്ടപ്പെട്ടോ, നീ കോടതിയിലും കേസിലും ഒന്നും പോണ്ട. ദൈവം തമ്പുരാൻ നിൻ്റെ അടുക്കലോട്ട് മടക്കിക്കൊണ്ടിരുന്ന ദിവസമുണ്ട്. പലിശ മടക്കി കൊടുക്കണമെന്നില്ല, അല്ലെ ആരെങ്കിലും മോഷ്ടിച്ചുണ്ടായി 20 മടങ്ങ് മടക്കി കൊടുക്കണമെന്ന പ്രമാണം. അത് ദൈവം തരുന്നൊരു ദിവസമുണ്ട്. അതുവരെ നീ കാത്തിരിക്കുക. പോട്ടെ, അവിടെ തന്നെ നമുക്ക് നിൽക്കാനൊക്കത്തില്ലല്ലോ. നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോകാം. അല്പം കൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നീ ഒന്ന് കാണാം, ഒരു യാഗപീഠം കാണാം. ദർ ഇസ് എൻ ആൾട്ടർ. അവിടെ ഒരു യാഗപീഠമുണ്ട്. ആര് പണിതതാ? അബ്രഹാം പണിതു. പിന്നെ ഇസാക്കും പണിയുന്നുണ്ടതിന്. അവിടെ ഒരു യാഗപീഠമുണ്ട്. എന്തുവാ അത് വിളിച്ചറിയിക്കുന്നേ? എന്നെ ഇതുവരെ പരിപാലിച്ച് കൊണ്ടുവന്ന ദൈവം, എനിക്ക് നീതി നടത്തിയ ദൈവത്തെ എൻ്റെ മരണം വരെ ഞാൻ ആരാധിക്കും. I will worship him. ബേർശേബയിൽ ചെന്നാൽ കിണർ കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് എന്നറിയാമോ? പിന്നെ കാണുന്നത് യാഗപീഠം. കിണർ എന്തിനാ വിളിപ്പിക്കുന്നത്? കിണർ ദൈവത്തിൻ്റെ ഫേവർ, നിന്നോടുള്ള ദൈവത്തിൻ്റെ വിശ്വസ്തത. യാഗപീഠം വിളിച്ചറിയിക്കുന്നത് നിനക്ക് ദൈവത്തോടുള്ള വിശ്വസ്തത. Amen. The well declare God's faithfulness into your life, and the altar declares your faithfulness to God. കിണർ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണമാണ് പ്രദർശിപ്പിക്കുന്നുവെങ്കിൽ, യാഗപീഠം നിങ്ങളുടെ ദൈവത്തോടുള്ള, നിങ്ങൾക്ക് ദൈവത്തോടുള്ള നിങ്ങളുടെ സ്നേഹവും ആരാധനയുമാകുന്നു. കിണർ വിളിച്ചറിയിച്ച് എന്തുവാ? ദൈവത്തിന് നിന്നോടുള്ള പരിപാലനം, ദൈവത്തിന് നിന്നോടുള്ള വിശ്വസ്തത, ദൈവത്തിന് നിന്നോടുള്ള കരുതൽ. സകലരും വെള്ളം കിട്ടാതെ ബേർശേബ മരുഭൂമിയിൽ നടക്കുമ്പോൾ ദൈവം നിനക്ക് അവിടെ നൽകി തന്ന നന്മയെ വിളിച്ചറിയിച്ചതായി കിണർ മുഴുവനും. ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്, ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലനം. ആമേൻ. ഇല്ലയോ? എല്ലാവരുടെയും ജീവിതത്തിൽ ഇല്ലയോ അതുപോലൊരു കിണർ? ആമേൻ. എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? എല്ലാവരുടെയും ജീവിതത്തിലില്ലേ? അതെ, there is a well in every one of our life. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലൊരു കിണറുണ്ട്. എന്തുവാ? the well of faithfulness of God, ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ ഒരു കിണർ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ തന്നെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അല്പം കൂടെ മുന്നോട്ട് പോകും. നീ ഒരു കാര്യം ചെയ്യണം. അങ്ങോട്ട് ചെന്ന് എന്തെന്നറിയാമോ? ഒരു യാഗപീഠം പണി. അതെന്തോ വിളിച്ചറിയുന്നേ? God, your faithfulness of God. എന്നോട് വിശ്വസ്തനായിരുന്ന ദൈവത്തെ ഞാൻ ആരാധിച്ച്, ഈ യാഗപീഠത്തിൽ ആരാധിച്ച് എൻ്റെ വിശ്വസ്തത ഞാൻ ദൈവത്തോട് വെളിപ്പെടുത്തും. ഈ യാഗപീഠം വെളിപ്പെടുത്തുന്നത് എന്നാ? ഗോഡ്സ് എബ്രഹാംസ് ഫെയ്ത്ത്ഫുൾനെസ് ടു ഗാഡ്. അബ്രഹാമിന് ദൈവത്തോടുള്ള ആ വിശ്വസ്തത, ആ സ്നേഹം, അതിനെങ്ങനെ വേണേലും പറഞ്ഞോ, ദൈവത്തോടുള്ളവൻ്റെ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഈ ആരാധന, ഈ യാഗപീഠം. അവിടെ നിൽക്കുന്നില്ല. കുറച്ചുകൂടെ മുമ്പോട്ട് പോകാൻ സമയം മുമ്പോട്ട് പോകുന്നല്ലോ. കുറച്ചുകൂടെ നടന്ന് മുന്നോട്ട് ചെന്നപ്പോഴിതാ അപ്പുറത്ത് എങ്ങും കാണാത്ത പോലെ സാധനം കാണുന്നു. ഒരു പിചുല വൃക്ഷം. വാട്ട് ഈസ് ദാറ്റ്? അതെന്നാ? അവനൊരു നിർബന്ധമുണ്ട്. ഈ യാഗപീഠം ആരെങ്കിലും ഇടിച്ചു കളഞ്ഞാലും അടുത്ത തലമുറ അറിയണം ഇവിടെ ദൈവത്തെ ആരാധിച്ച ഒരുത്തനുണ്ടായിരുന്നു എന്നുള്ളത്. ഈ കിണർ ആരെങ്കിലും മൂടിക്കളഞ്ഞു, ഈ കിണർ ആരെങ്കിലും മൂടിക്കളഞ്ഞാലും അടുത്ത തലമുറ അറിയണം ഇത് അബ്രഹാം നട്ട പിചുല വൃക്ഷമാ, ദൈവത്തിൻ്റെ സത്യദൈവത്തെ അവൻ ആരാധിച്ചിരുന്നവനാണെന്നുള്ളതിന് അടുത്ത തലമുറയോട് വിളിച്ചറിയിക്കാൻ ഒരു അടയാളം കൂടെ വെച്ചാ പോയേ. അടുത്ത തലമുറയോട് വിളിച്ചറിയിക്കാനായിട്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പിചുല വൃക്ഷം, ഒരു സോൾട്ട് സീഡർ, ഒരു ഉപ്പ് ദേവദാരു അവൻ നട്ടിരിക്കുക. എന്തിനാ? തലമുറകളോളം നിൽക്കുന്നതാ അത്. നിർബന്ധമുണ്ട്. ഞാൻ ചത്താലും ദേശം അറിയണം ഇവിടെ ദൈവത്തെ ആരാധിച്ച ഒരുത്തനുണ്ടെന്ന്. എനിക്ക് ശേഷം പ്രളയം എന്നുള്ളതല്ലായിരുന്നു അബ്രഹാമിന്റെ തിയറി. അബ്രഹാമിനൊരു നിർബന്ധം ഉണ്ടായിരുന്നു.
എന്നറിയാമറിയോ? ഞാൻ മരിച്ചാലും അടുത്ത തലമുറ അറിയണം. ഇവിടെ അബ്രഹാം എന്ന ഒരുത്തൻ സത്യദൈവത്തെ, നിത്യനായ ദൈവത്തെ ആരാധിച്ച് ജീവിച്ചിരുന്നു എന്ന് അടുത്ത തലമുറ അറിയണമെന്ന് അബ്രഹാമിന് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ തന്നെ ആരാധിക്കുന്നെന്ന് ആരും അറിയരുതെന്ന രീതിയിലാണ് എൻ്റെ പോക്ക്. നോ 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 നോ. ബേർസാവയിലേക്ക് നിങ്ങൾ ചെല്ല്. നിങ്ങൾക്ക് മറക്കാനാവാത്ത 4 കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, പേര് തന്നെ പറയും, ഇത് അബ്രഹാം ഇട്ട പേരാന്ന്. ആമേൻ, ആമേൻ. പേര് തന്നെ പറയും. അതുകൊണ്ടല്ലേ പലരും കുറച്ച് കഴിയുമ്പോൾ പേര് മാറ്റുന്നത്. ബേർശേബ എന്ന പേര് വെളിപ്പെടുത്തുന്നതിൻ്റെ കാര്യം എന്നാ? ഇവിടെ അബ്രഹാം എന്ന ഒരുത്തൻ ഇവിടെ എന്ത് ചെയ്തിരുന്നു? വന്നിരുന്നു. ഇവിടെ അബ്രഹാം എന്ന ഒരുത്തനാ ഇതിനെന്ത് ചെയ്തത്? ബേർശേബ എന്നുള്ള പേര് ഇതിനിട്ടത്. ബേർശേബ ചെല്ലുമ്പോഴാണ് കാണുന്നത്, ഇവിടെ ആ കിണർ ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ. മരുഭൂമിയിൽ കരുതുന്ന ഒരു ദൈവം. എൻ്റെ അപ്പുറത്തൊരു വാൾട്ടർ കാണാം, ഒരു യാഗപീഠം കാണാം. അല്ല, എന്നെ കരുതിയ ദൈവത്തെ ഞാൻ ആരാധിച്ച് ജീവിക്കും. 3, ഒരു പിചുല വൃക്ഷം കാണാം. അടുത്ത തലമുറ അറിയണം ദൈവത്തെ സേവിച്ചൊരു തലമുറ ഇവിടെ ജീവിച്ചെന്ന്. നിൻ്റെ അടുത്ത തലമുറയ്ക്ക് നീ എന്ത് കൈമാറിയിട്ടാ പോന്നേ? നിൻ്റെ അടുത്ത തലമുറയ്ക്ക് നീ എന്തുവാ കൈമാറുന്നേ? നിൻ്റെ വിശ്വാസമാണോ? നിൻ്റെ ദൈവത്തെയാണോ? അതോ നിൻ്റെ വസ്തുവും മുതലും ആണോ? നിൻ്റെ അടുത്ത തലമുറയ്ക്ക് നീ കൈമാറേണ്ടത് നിൻ്റെ ദൈവത്തെയാണ്. അബ്രഹാം ഒരു പിചുല വൃക്ഷം നട്ടു. എന്തിനാ? അടുത്ത തലമുറ അറിയണം ദൈവത്തെ സേവിച്ച ഒരുത്തൻ ഇവിടെ നിന്നെന്ന്. ഈ പിചുലവൃക്ഷത്തിന്റെ പുറകിലൊരു കഥയുണ്ട്. ഈ പിചുലവൃക്ഷത്തിന്റെ പുറകിലൊരു കഥയുണ്ട്. ഇത് അബ്രഹാം നട്ടതാ. അബ്രഹാമോ? അതാരാ? കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് ദൈവത്തെ സേവിക്കാൻ വേണ്ടി വിളിച്ചിറക്കപ്പെട്ട അബ്രഹാം. അവൻ ഈ ബേർശേബ മരുഭൂമിയിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെയും ദൈവത്തിൻ്റെ കാവലും അനുഭവിച്ച് ദൈവത്തെ സേവിച്ച് ശത്രുക്കളെ അവന് കീഴാക്കി കൊടുത്ത്, ശത്രുക്കളെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ കിണറിനെ മടക്കി നൽകി കൊടുത്തിട്ട്, ദൈവം അവനോട് വാഗ്ദത്തം ചെയ്ത വാഗ്ദത്തങ്ങളെ മുഴുവൻ നിറവേറ്റി കൊടുത്തിട്ട്, ജഡത്തിൻ്റെ സകല പ്രവൃത്തികളെയും ജഡത്തിൽ നിന്ന് ഉളവായതിനെ മുഴുവനും അവൻ്റെ ഭവനത്തിൽ നിന്ന് അവൻ്റെ ദേശത്ത് നിന്ന് പുറന്തള്ളിയിട്ട് സത്യദൈവത്തെ പരമാർത്ഥതയിലും വേർപാടിലും വിശുദ്ധിയിലും ആരാധിച്ച ഒരു അബ്രഹാം ഇവിടെ ജീവിച്ചിരുന്നു. അതിൻ്റെ തെളിവായി പിചുല വൃക്ഷം. വാക്കുകൾക്ക് ഞാൻ സമാപ്തി കുറിക്കുക. നീ അടുത്ത തലമുറയ്ക്ക് എന്നാ കാണിച്ചു വെക്കുന്നേ? നീ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കൈമാറാൻ പോകുന്ന എന്തുവാ? ദൈവത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കിണർ. കുഞ്ഞേ, നീ കുടിക്കാൻ പോകുന്ന കിണറ്റിൽ വെള്ളമുണ്ടല്ലോ, ഈ കിണറുണ്ടല്ലോ, ഇത് ദൈവം എന്നോട് കാണിച്ച വിശ്വസ്തതയാ. നീ അനുഭവിച്ചോ? പക്ഷെ ഒരു കാര്യം പറയാം, അനുഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് യാഗപീഠത്തിൽ വന്ന് എന്ത് ചെയ്തോണം? ആരാധിച്ചോണം കേട്ടോ. അത് കഴിഞ്ഞാൽ നീ സാക്ഷിയായി തലമുറയുടെ മധ്യേ ജീവിച്ചോണം. പിചുലവൃക്ഷം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, 50 അടി വരെ ഉയരം വരും. എവിടെ നിന്ന് മരുഭൂമി നോക്കിയാൽ ഈ വൃക്ഷത്തെ കാണാം. ഇതെന്നാണെന്നറിയാമോ? ദൈവത്തെ സേവിച്ച ഒരുത്തൻ അവിടെ ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എ പബ്ലിക് വിറ്റ്നസ്. ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് തണ്ടിന്മേൽ ശോഭിക്കുന്ന ഒരു വിളക്ക് പോലെ, മരുഭൂമിയിൽ ഒറ്റയ്ക്ക് വളരുന്ന ഒരു പിചുല വൃക്ഷം പോലെ 50 അടി ഉയരത്തിൽ ഈ വൃക്ഷം വളർന്നു നിൽക്കുക. എന്താ വിളിച്ചറിയിക്കുന്നത്? ഇത് അബ്രഹാമിൻ്റെ പിചുല വൃക്ഷം. ദൈവത്തിൻ്റെ വിശ്വസ്തതയുടെ തലമുറയായി ഞങ്ങൾ ദൈവത്തെ സേവിക്കുമെന്നുള്ളതിൻ്റെ പ്രത്യക്ഷ അടയാളമായി, ലജ്ജിക്കാത്തൊരു സാക്ഷിയായി അബ്രഹാം നിൽക്കുന്നു. പൗലോസിൻ്റെ വാക്കുകൾ ഞാൻ കടമെടുത്തൻ്റെ പ്രസംഗത്തിന് ഞാൻ വിരാമമിടാം. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഏത് സമയത്തും ഏത് കാലത്തും എവിടെ താമസിച്ചാലും ഞാൻ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുമെന്ന തീരുമാനമെടുപ്പാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. നിന്റെ ബേർശേബ അനുഭവങ്ങൾ എന്നാ നിനക്ക് പറയാനുള്ളത്? നിന്റെ ജീവിതത്തിൽ ബേർശേബയുണ്ടോ ഇതുപോലെ?